ഞാൻ പറഞ്ഞു എനിക്ക് ഊണില്ല. എന്ത് എല്ലാം ഉണ്ടല്ലോ, ദോശ വേണോ ഉണ്ട്, ഇഡ്ഡലി വേണോ ഉണ്ട്, പലഹാരങ്ങൾ ഏത് വേണമെങ്കിലും ഉണ്ട്, ചപ്പാത്തി വേണമെങ്കിൽ അതുണ്ട്. അത് പക്ഷേ ഒന്നിച്ച് ആഹാരം കഴിക്കണം എന്നുള്ളതാണ് നിർബന്ധം. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പല്ലവിയാണ് മുൻപ് പറഞ്ഞത്, ഇഷ്ടജനൈ സഹ ഭുക്തം ഭുക്തം. ഇഷ്ടജനങ്ങളോട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്ഷണം. അത്രയ്ക്ക് താല്പര്യമായിരുന്നു അദ്ദേഹത്തിനർത്ഥം. അപ്പോൾ അത് അദ്ദേഹത്തെപ്പറ്റി ഇത്ര ഒരു സപ്താഹ മഹാത്മ്യം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഉദ്ഘാടന യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഒന്നാന്തരം കഥകളിയാണ്, നല്ല വേഷവൈവിധ്യമുണ്ട്, പിന്നെ നാടകീയ സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. കഥകളിയിൽ ഇത്രമാത്രം പ്രതിപത്തി ഉണ്ടായിരുന്ന ഒരാൾ അടുത്ത കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടെ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കഥകളി ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാം പുതുവനയുടെ ഉപദേശം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. തോട്ടം ശങ്കരൻപുരി വന്നു കഴിഞ്ഞാൽ പുതുവനത്താണ് താമസം കൂടുതലും. ഇപ്പം തോട്ടത്തിൻ്റെ വേഷം കണ്ടിട്ടുള്ളവരെന്നെ അത്ര ഈ തലമുറയിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞങ്ങളത് ധാരാളം കണ്ടിട്ടുണ്ട്. കാരണം തോട്ടം ഒന്നുകിൽ പുതുവനയില്ലത്ത് പോയി താമസിക്കും, അല്ലെങ്കിൽ ധൃതി ഉണ്ടെങ്കിൽ എൻ്റെ തൊട്ട് കിഴക്കുവശം ഒരു ഇല്ലമാണ്, കിളിയാട്ടില്ലെന്ന് പറയും. ആ കിളിയാട്ടില്ലത്തായിരിക്കും താമസം. തോട്ടത്തിലൂടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും. അങ്ങനെ തോട്ടം ശങ്കരൻപുരിയുടെ ആ ഒരു മഹത്വം മുഴുവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു മഹാ വ്യക്തിയായിരുന്നു പുതുവന. കഥകളി അത്രമാത്രം ഭാവന ഉണ്ടായിരുന്നു. കഥകളി പാട്ട് ഒന്നൊന്നിനുമായിട്ട് പാടും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഋതുപർണ്ണധരണേ ബാല നീ ജയിക്കണം എന്നുള്ള പദം അദ്ദേഹം ചൊല്ലി ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരാളെ എന്നാ ഭൂതോ എന്ന ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ നാട് ഇനി കാണാൻ പോകുന്നില്ല. ഒരു വലിയൊരു സാംസ്കാരിക സ്രോതസ്സായിരുന്നു. അമ്പലപ്പുഴ നാടിന് മുഴുവൻ ഊർജ്ജം പകർന്ന വ്യക്തിയായിരുന്നു പുതുവന ദാമോദരൻ നമ്പൂരി എന്ന് പറയാൻ എനിക്ക് ഒട്ടും മടിയില്ല. ഞങ്ങൾ ആദ്യം അദ്ദേഹം അദൃശ്യനായിരുന്നു, പിന്നെയാണ് അഭിഗമ്യനാണെന്ന് മനസ്സിലായത്. ഈ അദൃശ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് പുതുവനയില്ലത്ത് ചെല്ലുമ്പോൾ അവിടെ ആ മുൻപിലുള്ള ഒരു ചെറിയൊരു പൂമുഖപ്പുണ്ടല്ലോ, അവിടെ ഒരു സദസ്സാണ്, ഒരു പണ്ഡിത സദസ്സാണ്, അല്ലെങ്കിൽ സഹൃദയ സദസ്സാണ്. മേൽശാന്തി കേശവൻ നമ്പൂരി, തൊട്ടടുത്തുള്ള സോമാല നാരായണൻ നമ്പൂരി, അങ്ങനെ ചില ആളുകൾ, ആ തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുപ്രമാണിമാർ, ഇവരെല്ലാം കൂടെ ചേർന്ന സദസ്സാണ്. ഞാനവിടെ ദൂരെ മാറി നിൽക്കും എന്നുള്ളതല്ലാതെ അടുത്തേക്ക് എല്ലാം പറ്റുമല്ല, കാരണം അദൃശ്യനാണ്. ഞങ്ങളൊക്കെ വെറും പയ്യന്മാരാണ്. പക്ഷേ കോളേജിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു, അത് കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്നു. അതിനുശേഷം കൂടുതൽ അടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം അഭിഗമ്യനാണ് എന്ന് മനസ്സിലായത്. ഏത് കാര്യം തുറന്നു പറയാം, യാതൊരു കാപട്യമില്ല, ആ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ എത്രയോ നിസ്സാരന്മാരാണ്. പക്ഷേ ആ ചിന്തയില്ല അദ്ദേഹത്തിന്, ഒരേ സമത്വമാണ്, ആ സമത്വ ഭാവനയാണ്. അത്രമാത്രം ഒരു ഉത്കൃഷ്ടമായ ചിന്താഗതി വേറെ ആർക്കാ ഉള്ളത്? ഞാൻ പറയും, ഒരു വലിയ യാഥാർത്ഥ്യ കുടുംബത്തിൽ ഒരു മുസ്ലിമിന് സ്വന്തം അത് ഏറ്റവും വലിയ ഫംഗ്ഷൻ നടക്കുന്ന അവസരത്തിൽ അറവാദിക്കൽ വെച്ച് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇന്നത്തെ ആളുകൾ അത്ര നിസ്സാരമായിട്ട് ഗണിക്കുക, പക്ഷേ അന്നതല്ല, അന്നൊരു സംഭവമാണ് അതെന്ന് തന്നെ പറയാം. അതുപോലെ ധാരാളം അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒന്നിനും ഊണ് കഴിക്കുക അല്ലെങ്കിൽ കാപ്പി കഴിക്കുക പറയാതെ അയക്കില്ല. അദ്ദേഹത്തിന് സംസ്കൃതത്തിലാണ് കൂടുതൽ കൃതി എഴുതിയിരിക്കുന്നത്, ശരി. പക്ഷേ സംസ്കൃതം പോലെ തന്നെ ഒന്നാന്തരമായിട്ട് മണിപ്രവാളത്തിൽ കവിത എഴുതാൻ അദ്ദേഹത്തിന് അറിയാം. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ കഥകളി ഗ്രന്ഥം നോക്കണം. ആ കഥകളി ഗ്രന്ഥത്തിൽ കഥാപാത്രങ്ങളുടെ പ്രവേശബുദ്ധിയൊക്കെ ഒന്നാന്തരം മണിപ്രവാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം, അതിൻ്റെ മഹത്വം അവസാനിച്ചിട്ടില്ല. പണ്ട് ചില ആളുകൾ സുഹൃതം ചെയ്തിരുന്നു. ആ സുഹൃതം പുതുമന ദാമോദരൻ നമ്പിയോടുകൂടി മാറിയിട്ടില്ല, യാതൊരു മങ്ങലും വന്നിട്ടില്ല. പൂർവാധികം തേജസ്സോടുകൂടി അത് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഇപ്പോഴും മിക്കവാറും ഉള്ള വിശ്രമമില്ലാതെ പല ക്ഷേത്രങ്ങളിലും തന്ത്രത്തിന് പോവുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രീധരൻ നമ്പൂരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ദാമോദരൻ നമ്പൂരിയുണ്ട്. ഈ രണ്ടുപേരുടെയും ഉത്സാഹത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കാനിടയായത്. എനിക്ക് അവരെയാണ് അഭിനന്ദിക്കേണ്ടത്. പക്ഷേ 10-17 കൊല്ലമായി അദ്ദേഹം മരിച്ചിട്ട്. ഈ 17 കൊല്ലമായി. പക്ഷേ ഇപ്പോഴെങ്കിലും ആ മഹാനുഭാവൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സഹൃദയരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ബൃഹത്വമായിട്ടുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്ത ശ്രീ ദാമോദരനെയും ശ്രീ ശ്രീധരനെയും ഞാൻ ഈ യോഗത്തിൽ വെച്ച് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ യോഗത്തിലും VJT ഹാളിൽ വെച്ച് നടത്തുന്ന യോഗത്തിലും അവർ തന്നെയാണ് മുൻകൈയെടുത്തത്. ഈ VJT ഹാളെന്ന് പറയുമ്പോൾ എനിക്കിവിടെ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ആത്മബന്ധമുണ്ട്. കാരണം ഞാൻ BAക്കും MAക്കും പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഇതിൻ്റെ തൊട്ടങ്ങപ്പുറത്താണ് യൂണിവേഴ്സിറ്റി കോളേജ്. അതിൻ്റെ കിഴക്കുവശത്തും പടിഞ്ഞാറുവശത്തും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹാളുമായിട്ട് എനിക്കുള്ള ബന്ധം, ഇവിടെ വെച്ച് എത്ര മഹാന്മാരുടെ പ്രഭാഷണം കേൾക്കാനിടയായിട്ടുണ്ട്, എത്ര നാടകങ്ങൾ കാണാനിടയായിട്ടുണ്ട്. NP ചെല്ലപ്പൻ നായർ,
ടി.എൻ. ഗോപിനാഥൻ നായർ തുടങ്ങിയ ആളുകളൊക്കെ, പിന്നെ പി.കെ. വിക്രമൻ നായർ, ടി.ആർ. സുകുമാരൻ നായർ തുടങ്ങിയിട്ടുള്ള അന്നത്തെ എല്ലാ അമച്വർ നാടകകൃത്തുക്കളെല്ലാം അഭിനയിച്ച എത്രയോ നാടകങ്ങളിലൂടെ കാണാനിടയായിട്ടുണ്ട്. മാത്രമല്ല 1, 2, 3 തവണ ഞാനും നാടകത്തിൽ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. അത് സ്ത്രീവേഷമായിട്ടായിരുന്നു മാത്രം. അന്ന് തിരുവനന്തപുരത്തുള്ളൊരു വീരരാഘവൻ എന്നായിരുന്നു ഒരാളെ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. അത് കഴിഞ്ഞാൽ വീരരാഘവൻ കഴിഞ്ഞാൽ കൈനിക്കര കുമാരപിള്ള സാറിൻ്റെയൊക്കെ മകളായിട്ട് ഞാൻ കയറിയിട്ടുണ്ട്. ടി.എൻ. ഗോപിനാഥൻ നായരുടെയും ഈ എൻ.വി. ചെലപ്പൻ നായരുടെയും നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാളെന്ന് പറഞ്ഞാൽ വിജയ ടൗൺ ഹാളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആത്മബന്ധമുണ്ടെന്ന് അവിടെ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അതൊരു പ്രത്യേകം ആകർഷിച്ച പറ്റിയ സംഭവമാണ്. ഇത് കൂടെ ഞാൻ അദ്ദേഹത്തെ പറ്റിയൊന്നും പറയുന്നില്ല. ഒരു മഹാനുഭാവം തന്നെയായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. ഇങ്ങനെയൊരു ഗ്രന്ഥം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ മഹാഭാഗ്യമാണ്, സഹൃദയരുടെ മഹാഭാഗ്യമാണ്. ആധ്യാത്മിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്ന ആളുകളുടെ മഹാഭാഗ്യമാണ് ഇങ്ങനെയൊരു ഗ്രന്ഥം ലഭിച്ചത്. അതിന് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രന്മാർക്ക് ഒന്നുകൂടി അഭിനന്ദനം നേർന്നുകൊണ്ട് 2 വാക്ക് ഈ യോഗത്തിൽ സംസാരിക്കാൻ സന്ദർഭം തന്നതിന് ഭാര്യമാരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ സാർ. അടുത്തത് CP നായർ സാറാണ്. കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും നല്ലൊരു പ്രഭാഷകനുമായ CP നായർ സാറിന് പുതുമന ദാമോദരൻ നമ്പൂതിരിയുമായുള്ള അടുപ്പം സത്യം പറഞ്ഞാൽ ഈ പുസ്തകം പറിച്ചു നോക്കിയപ്പോൾ അതിലെ കത്തുകൾ കണ്ടപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ വലിയൊരു നിധിയാണ് സാറ് നമുക്ക് നൽകിയത്. സംസ്കൃത ഭാഷാ വ്യസനി എന്നും മറ്റും CP നായർ സാറിനെ സംബോധന ചെയ്തിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ആ കത്തുകളിൽ കണ്ടപ്പോൾ എന്ന് മാത്രമല്ല സംസ്കൃത ഗദ്യത്തിൽ എഴുതിയ കത്തുകൾ, പദ്യത്തിൽ എഴുതിയ കത്തുകളും ഒക്കെ ഇവിടെ വേണുഗോപാൽ പണിക്കർ സാർ സൂചിപ്പിച്ച മാതിരി ഇനി ആരും ഇതെഴുതാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ നിധി നമുക്ക് നൽകിയ CP നായർ സാറിനെ പ്രത്യേകമായ സന്തോഷത്തോടുകൂടി അനുസ്മരണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അതിവിശിഷ്ട വ്യക്തികളെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, പുണ്യശ്ലോകനായ പുതുമന വലിയ തിരുമേനിയെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ, ആധികാരികമായ, ഏറ്റവും വിലപ്പെട്ട ഈ പുസ്തകം മഹാരാജ മനസ്സിലെ തൃക്കൈകളിൽ നിന്നും ആർഷവിശുദ്ധിയുടെ പ്രതീകമെന്ന് ഞങ്ങളൊക്കെ കരുതുന്ന ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സംശുദ്ധമായ ആചാരപവിത്രമായ കൈകളിലേക്ക് ഇന്ന് പകർന്ന ഈ ചടങ്ങിൽ ഇവിടെ സന്നിഹിതനാകാൻ സാധിച്ചതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഈ അതിവിശിഷ്ടമായ പുസ്തകത്തിൻ്റെ അതിവിശിഷ്ടമായ ഭാഗമെന്ന് എനിക്ക് തോന്നുന്നത് മലമണ്ടനായ എനിക്ക് സർവജ്ഞനായ അദ്ദേഹം എഴുതിയ കത്തുകളാണ്. ഇവിടെ ശ്രീ വേണുഗോപാൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു. എന്തോ മഹത്വമാണ് എന്നിൽ അദ്ദേഹം കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്പലപ്പുഴ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങും. അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. ഉള്ള എല്ലാ സംശയങ്ങളും ചോദിക്കും. അത് ഇന്നതൊന്നുമില്ല, തർക്കമായാലും വ്യാകരണമായാലും തന്ത്രമായാലും എന്തു വേണമെങ്കിൽ ചോദിക്കാം. ചോദിക്കുന്ന അങ്ങേറ്റം ബാലിശമായ വിക്ഷതമായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ അവിടെ യാതൊരു പരിഭവമില്ല. ആ തുടർന്ന് ശരി മറക്കാനാവാത്ത ആ ശരിയോടുകൂടി അദ്ദേഹം എല്ലാ സംശയങ്ങളും തീർത്തു തരും. അങ്ങനെ ഒരു പത്രവ്യവഹാരം തുടങ്ങി, എഴുത്തുകൂട്ട് തുടങ്ങി. എനിക്ക് സത്യത്തിൽ ഞാനൊരിക്കൽ സങ്കടപ്പാണ്. എനിക്ക് ഒരു മുഖത്തു നിന്നോ വിദ്യാലയങ്ങളിൽ നിന്നോ സംസ്കൃതം പഠിക്കാൻ കഴിഞ്ഞില്ല. മലയാളം പോലും ചൊവ്വേനേരെ പഠിപ്പിക്കാത്ത ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അദ്ദേഹം സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഇനിയും വൈകിട്ടില്ല, തന്നെത്താനെ CP നായർക്ക് തന്നെത്താനെ പഠിക്കാവുന്നേ ഉള്ളൂ സംസ്കൃതം എന്ന് പറഞ്ഞ് വളരെ പ്രോത്സാഹിപ്പിച്ചു. പോരാ, സിദ്ധാന്ത കൗമുദി വരെയെങ്കിലും പഠിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലുള്ള കത്തുകൾക്ക് സംസ്കൃതത്തിൽ മറുപടി എഴുതാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഞാൻ മലയാളത്തിലാണ്. പക്ഷേ അതിമനോഹരമായ ഈ ഗദ്യം കവീനാം നികഷം വദന്തിയോ മറ്റോ ഒരുപാട് അബദ്ധം, അത് മഹാപണ്ഡിതന്മാരാണ്